കല്യാണക്കത്തും പൊക്കിപ്പിടിച്ചുള്ള വക്കീലിന്റെ ചോദ്യങ്ങൾ, അന്തം വിടുന്ന നായകൻ ഒരു വശത്ത്, ഞെട്ടിത്തരിക്കുന്ന നായിക മറുവശത്ത്. ഈ കോടതി രംഗം അതേപടി ഒരു അധ്യായമാക്കാം. വായനക്കാരന്റെ കണ്ണ് തള്ളും, ഞരമ്പുകൾ വലിഞ്ഞു മുറുകും. ചൂടാറുന്നതിന് മുമ്പ് ഈ മാറ്ററിന്റെ എഴുതി തന്നേക്ക്. അതിരിക്കട്ടെ, കല്യാണക്കത്തടിച്ചു, കല്യാണം നടന്നില്ല, അതെന്താ കാരണം? അത് പോട്ടെ, 5-6 വർഷത്തിനിടയിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ നായകൻ നായികയെ തിരിച്ചറിഞ്ഞില്ല, നായിക നായകനെ തിരിച്ചറിഞ്ഞില്ല. ഈ സിനിമയിലും നോവലിലും ഒക്കെ പഴയ കാലം മറന്നു പോണ ഒരു രോഗം ഉണ്ടല്ലോ, എന്താ അതിന്റെ പേര്? അമ്ലേഷ്യം അല്ലേ? രണ്ടാൾക്കും അമ്ലേഷ്യം പിടിപെട്ടതാണോ? എന്തെങ്കിലും ഒന്ന് പറ എന്റെ കോട്ടപ്പുറം. ഇപ്പൊ തന്നെ എഴുതി തന്നാ ഇപ്പൊ തന്നെ കമ്പോസിങ്ങിന് കൊടുക്കാം. നായകനും നായികയ്ക്കും അമ്ലേഷ്യം വേണ്ട, വായനക്കാര് വിശ്വസിക്കില്ല. ഒരാൾക്ക് മതി അമ്ലേഷ്യം. ഗസറ്റഡ് എച്ചി അധ്യായം 6 അമ്ലേഷ്യം എന്ന ടൈറ്റിലും കൊടുക്കാം. കഴിഞ്ഞ ലക്കത്ത് കഥ എവിടെയാ നിൽക്കുന്നതെന്ന് അറിയോ? എവിടെ നിർത്തിയിരിക്കണേ? അതറിയാതെ ചുമ്മാ അമലേഷ്യം അമലേഷ്യം എന്ന് പുലമ്പിയിട്ട് കാര്യമില്ല. അമലേഷ്യം അങ്ങനെ ഒരു വാക്കില്ല. പിന്നെ ഈ മറവി രോഗത്തിന്റെ പേരെന്താന്ന്? അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. സാഹിത്യകാരൻ ജയദേവനെ അനിത വശത്താക്കി ദിലീപും ജയദേവനും ഈ പ്രശ്നത്തിൽ പൊരിഞ്ഞ അടി നടന്നു. ദിലീപ് മരിച്ചു, ജയദേവൻ ഒളിവിൽ പോയി. അവിടെയാ കഴിഞ്ഞ ലക്കം അവസാനിക്കുന്നത്. അടുത്ത ലക്കത്തിൽ പെട്ടെന്ന് എങ്ങനെ നായകനും നായികയും കോടതിയിലെത്തും? നായകനെ പോലീസ് പിടിക്കട്ടെ. എന്നിട്ട് നായകൻ പോലീസിനോട് പറയുന്നു നായികയുടെ പ്രേരണ മൂലമാണ് താൻ ദിലീപിനെ കൊന്നതെന്ന്. അപ്പൊ നായികയും പോലീസ് പിടിക്കും. അങ്ങനെ നായകനും നായികയും കോടതിയിൽ മുഖാമുഖം നിൽക്കും. വക്കീൽ ചോദ്യങ്ങൾ ചോദിക്കും. പെട്ടെന്നാണ് കഥയിൽ ട്വിസ്റ്റ് വരുന്നത്. അവർ പണ്ടെന്നോ കല്യാണക്കത്തടിച്ചിട്ടും കല്യാണം കഴിക്കാത്തവർ. അമ്ലേഷ്യം. എന്താ കുഴപ്പം? സാറിന്റെ അത്രയും മണ്ടന്മാരല്ല ഇവിടുത്തെ വായനക്കാർ. വായനക്കാർക്ക് അമ്ലേഷ്യം പിടിപെട്ടാലും മതിയല്ലോ. എല്ലാം കോട്ടപ്പുറം തീരുമാനിച്ചോളൂ. പക്ഷെ എന്ത് എഴുതിയാലും വായനക്കാരന്റെ കണ്ണ് തള്ളണം, ഞരമ്പ് വലിഞ്ഞു മുറുകണം. ഒന്ന് എഴുതി തരൂന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. എന്തിനാ? അല്ല, ഒന്നിങ്ങോട്ട് വരൂ. കസേര അവിടെ ഇരുന്നോട്ടെ. ആയിരുന്നോട്ടെ. വരുന്നുട്ടോ കോട്ടപ്പുറം. അമ്ലേഷ്യം. ഇയാൾ എവിടുത്തുകാരനാടോ? ചങ്ക് പൊട്ടി നിൽക്കുന്ന ഒരു മനുഷ്യനോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? കോടതി രംഗം കഥയാക്കണത്രേ. കോടതിയിൽ കണ്ടത് അയാളുടെ ജീവിതമാണ്. അത് തന്റെ അളിഞ്ഞ വാരികയിൽ എഴുതാനുള്ളതല്ല. അളിഞ്ഞ വാരികയോ മഞ്ചാടിയോ? എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും. വാരികയെ പറ്റി പറഞ്ഞാൽ ഇറങ്ങി പോടോ, ഒച്ച വെക്കാതെ. എന്നോട് ഇറങ്ങി പോവാനോ? താൻ ഇറങ്ങടോ ആദ്യം. ഞാനാ ഈ മുറിക്ക് വാട ഓർക്കണേ. അല്ല തന്റെ അപ്പാപ്പനെ. നമ്മൾ തമ്മിലുള്ള മുൻപരിചയമൊക്കെ ഞാൻ മറന്നുപോയി. കാരണം എനിക്ക് അമ്നേസിയാണ്. നമ്മൾ തമ്മിലുള്ള ധാരണ അനുസരിച്ച് കേസിൽ അനുകൂലമായ വിധി നേടിയെടുക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. അതിന് വേണ്ടുന്നതേ ഞാൻ ചെയ്തുള്ളൂ. ഒരു കാര്യം മാത്രമേ എനിക്കറിയണ്ടൂ. എന്തുകൊണ്ട് ഈ വിവരം നേരത്തെ എന്നോട് പറഞ്ഞില്ല? പറഞ്ഞതുകൊണ്ട് കേസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയില്ല. മാത്രമല്ല, ഞാൻ മറ്റൊരു രീതിയിലാണ് ചിന്തിച്ചത്. അയാളുമായിട്ടുള്ള ഈ പൂർവ്വബന്ധം ഞാനുമായി ഡിസ്കസ് ചെയ്യാൻ പ്രിയയ്ക്ക് താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നി. വിവാഹം നിശ്ചയിച്ചിട്ടും പ്രിയ അയാളെ അറിയുമായിരുന്നില്ല എന്ന കാര്യം ഞാൻ ഊഹിച്ചതേയില്ല. പ്രിയയെ അയാൾക്കും അറിയാമായിരുന്നില്ലേ? നമുക്ക് പിന്നീട് സംസാരിക്കാം. സർ, ഇനി ഈ കേസ് പ്രൊസീഡ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ ദൈവമേ. അതേ കിടപ്പ് തന്നെ. എഴുതാനുള്ള ഒരു നീക്കവും കാണുന്നില്ല. എന്നെ വേണമെങ്കിൽ ഒന്നുകൂടി തല്ലിക്കോ. എന്റെ സങ്കടം ഞാൻ പിന്നെ ആരോടാ പറയാ? എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക, എഴുന്നേൽക്ക കുടിക്കുക കെടുക്കുക. സ്കോച്ച് വേണമെന്ന് പറഞ്ഞപ്പോ അതും വാങ്ങിച്ചു കൊടുത്തു. രൂപ എത്രയാ പൊടിച്ചത്? തഹസിൽദാർ സാറിന് അറിയോ? ഈ നാട്ടിൽ വേറെ എഴുത്തുകാരില്ലഞ്ഞിട്ടല്ല. MT വാസുദേവൻ നായരും മഞ്ചാടിക്ക് ഒരു നോവൽ എഴുതി തരാന്ന് പറഞ്ഞിട്ട് ആവശ്യമില്ലാത്തൊരു കേസാണിതെന്ന് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഒരു അഡ്വക്കേറ്റിന്റെ കടമ അയാളുടെ കക്ഷിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളതാണ്. കോടതിയിൽ സത്യം ബോധിപ്പിച്ച് പ്രിയദർശിനി കേസിൽ നിന്ന് പിൻവാങ്ങുകയാണ്. കേസിൽ നിന്ന് പിൻവാങ്ങുകയോ? അതെന്തിന്? സത്യത്തിൽ അതൊരു കള്ളക്കേസാണല്ലോ മിസ്റ്റർ സാഗർ. മിസ്റ്റർ സാഗർ? മിസ്റ്റർ സാഗർ ഞാൻ? താൻ പെട്ടെന്ന് മാന്യനായോ? നാണവും മാനവും ഇല്ലാതെ വെറും കാശിന് വേണ്ടി കോടതിയിൽ കിടന്ന് നാടകം കളിച്ച നാറിയല്ലടോ താൻ. നാറി വക്കീലെ, ഇപ്പൊ ഒന്ന് പറയാണ് കള്ളക്കേസാണെന്ന്. ശരിക്കുള്ള കേസ് ഞാൻ ഉണ്ടാക്കി തരാടോ. ഇടിച്ചതിന്റെ നെഞ്ചെ കളിക്കി തരാം. അപ്പൊ അതൊരു കേസാക്കാം. അവളെ വെട്ടി വെട്ടി ഞാൻ നുറുക്കാം. അപ്പൊ തനിക്ക് മറ്റൊരു കേസ് കിട്ടും.
അവളോട് പറഞ്ഞേക്ക് ഏത് കേസ് പിൻവലിച്ചാലും എന്റെ കണ്ണീരിന്റെ കണക്ക് തീർക്കാതെ അവളെ ഞാൻ വിടില്ലെന്ന്. സാഗർ, വിട്. മോനെ, ഇവിടെ വാ. പറഞ്ഞ കേക്ക്. മോനെ, വിടരുത്. കോട്ടപ്പുറം, കോട്ടപ്പുറം, നിക്ക്. ആത്മഹത്യ ചെയ്യരുത്. അതിന് മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ആത്മഹത്യയോ? വിടറോ. സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കാനും സമ്മതിക്കില്ല. അതല്ല, പെട്ടെന്നൊന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നപ്പോ. അത് പോട്ടെ, ഇപ്പൊ ആലോചിച്ച എന്താ? കഥയാണോ? ഈ കാണുന്നത് എന്താണ്? ഇത് കടലല്ലേ? അല്ലേ? ഈ കടലിന്റെ അക്കരെ എന്താണ്? കടലിനക്കരെ അക്കരെ കരയായിരിക്കും അല്ലേ? ഈ അറബിക്കടൽ കടന്നു നിന്നാൽ എത്തുന്നത് എവിടാണ്? ഗൾഫിൽ. ഗൾഫിലല്ലേ? അതെ, ഗൾഫ്. ഗൾഫ്. ഇനിയുള്ള കഥ ആരംഭിക്കുന്നത് ആ മണലാരണ്യങ്ങളിൽ നിന്നാണ്. അത് പക്ഷേ ഇതുവരെ എഴുതിയ കള്ളക്കഥയല്ല, യഥാർത്ഥ കഥ, എന്റെ ജീവിതം. ഇനി ഞാൻ എഴുതുന്നത് എന്റെ തന്നെ ജീവിത കഥയാണ്. ഗസറ്റഡ് ഏക്ഷിയും ജയദേവൻ എന്ന എഴുത്തുകാരനും ഇനി പ്രിയദർശിനിയും സാഗർ കോട്ടപ്പുറവുമായി ഇവിടെ പുനർജനിക്കുന്നു. ഹലോ, വിദ്യാസാഗർ ഹിയർ. പത്മിനി ചേച്ചി നല്ല ആളാ. ഇന്നലെ തന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് അതുപോലെ കാര്യങ്ങൾ അവിടെ വരെ. ആ, ഞാനും മോനേട്ടനും കൂടി പോയി കണ്ടു. നല്ല ഒതുക്കവും വിനയവും, വെളുത്ത് മെലിഞ്ഞ് നല്ല ഭംഗിയുള്ള ചിരിയും. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മോനേട്ടനും കുട്ടിയെ നന്നായി ബോധിച്ചു. മോഹനേട്ടന്റെ കാര്യം വിടൂ. പത്മിനി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. എന്റെ കാഴ്ചപ്പാടും സൗന്ദര്യ സങ്കല്പവും ഒക്കെ എന്നേക്കാൾ അറിയാവുന്നത് ചേച്ചിക്കല്ലേ. എന്നാലും നിനക്കും കൂടി ഇഷ്ടപ്പെടണമല്ലോ. പറ്റുമെങ്കിൽ ഒരു 3-4 ദിവസത്തേക്ക് വന്നിട്ട് പോയിക്കൂടെ നിനക്ക്? ഇപ്പൊ വന്നാ കല്യാണത്തിന് വരാൻ അറബാബ് ലീവ് തരില്ല. അപ്പൊ പിന്നെ ഒരു താലി പാഴ്സൽ അയച്ച് തരേണ്ടി വരും ഞാൻ. ഒക്കെ ചേച്ചിയും മോഹനേട്ടനും കൂടെ അങ്ങോട്ട് തീരുമാനിച്ചാ മതി. ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. എപ്പോ കൊടുത്തയച്ചു? ആരുടെ കൊടുത്തയച്ചു? എന്ന് കൊടുത്തയച്ചു? കിടന്ന് ചാടാതെ. നിന്റെ കൂട്ടുകാരൻ സൈനുദ്ദീന്റെ സിസ്റ്റർ സോണിയ അല്ലേ? അവളും ഹസ്ബൻഡും കൂടി യാത്ര പറയാൻ വന്നിരുന്നു മെനിഞ്ഞാന്ന് രാത്രിയില്. കയ്യോട് കൊടുത്തയച്ചിട്ടുണ്ട്. ഫോട്ടോ ഇപ്പൊ സൈനുദ്ദീന്റെ കൈ കിട്ടിക്കാണല്ലോ. അവൻ പറഞ്ഞില്ലേ? അവ പറഞ്ഞില്ല. കള്ള നമുക്ക് മറന്നു കാണും. ഞാൻ പിന്നെ വിളിക്കാം. ഇവിടെ പെട്ടെന്ന് കുറച്ച് ഭയങ്കര തിരക്കിലായി പോയി. ഹലോ, മലബാർ ഗാർമെന്റ്സ്. ആര്? വിദ്യാർത്ഥനോ? ആ, ചൈനക്കുണ്ടല്ലോ, കൊടുക്കാം. ഇക്ക ഫോൺ. ആ, അതോ കിടക്കുന്നു. മര്യാദയ്ക്ക് അടുക്കി വെക്കാൻ പറഞ്ഞ കേൾക്കൂല. ദാ ഫോൺ. എന്ത് ഫോണ്? നീ ഇതൊന്ന് ശരിക്കും അടുക്കി വെക്ക ആദ്യം. ഏതാ ഫോൺ? വിദ്യാർത്ഥന. എന്താണ് മോനെ കുട്ടാ, സുഖം തന്നെയോ? അടിച്ച് നിന്റെ കണ്ണിയാൻ പൊട്ടിക്കും. എടാ, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ നിന്റെ കൈ കിട്ടിയിട്ട് നീ എന്താ എനിക്ക് തരാത്തത്? തരാത്തത് വേറൊന്നും കൊണ്ടല്ല മോനെ, ഓളെ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് കൊതി തീരുന്നില്ല. ഇടിച്ച് നിന്നെ മര്യാദയ്ക്ക് ഫോട്ടോ ഇവിടെ എത്തിക്കടാ. നിന്റെ കമ്പനി എന്റെ മലബാർ ഗാർമെന്റ്സിന് 10,000 ലക്കോസ്റ്റ് ടീഷർട്ടിന്റെ ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് എന്തായി? എന്റെ കമ്പനി നിനക്ക് ഒരു ഓർഡറും തരാമെന്ന് പറഞ്ഞിട്ടില്ല. നീ പറഞ്ഞു 10,000 പീസസിന്റെ ഒരു ഓർഡർ നിനക്ക് വേണമെന്ന്. അത് നടക്കില്ലെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞാണല്ലോ. എടാ, നീ ഒന്ന് മനസ്സിലാക്കണം. എത്രയോ കൊല്ലക്കാലം നമ്മൾ ഇന്ത്യക്കാരെ മുഴുവൻ അടിമകളാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരനാണ് നിന്റെ കമ്പനി മുതലാളി. എന്നോടുള്ളതിനേക്കാൾ ആത്മാർത്ഥ്യമൊന്നും അവനോട് കാണിക്കണ്ട. പണ്ട് നമ്മളെ അവൻ ചൂഷണം ചെയ്തു, ഇന്ന് നമ്മൾ അവനെ ചൂഷണം ചെയ്യണം. അതാണ് രാജ്യസ്നേഹം. ഓ, ഇതാണോ രാജ്യസ്നേഹം? ആ, ഞാൻ അറിഞ്ഞില്ല. നീ ഈ ഫോട്ടോ എപ്പോ എത്തിക്കും? നീ ടീഷർട്ടിന്റെ ഓർഡർ എപ്പോ തരും? ഓ, അത് ശരി. അപ്പൊ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ? നീ ഓർഡർ താടാ മോനെ. വേണ്ട, എനിക്ക് ഫോട്ടോ വേണ്ട. രാത്രി ഞാൻ നിന്റെ ഫ്ലാറ്റിൽ വരാം. എന്നിട്ട് നമുക്ക് ഓർഡറിന്റെ ഫോട്ടോയുടെയും കാര്യം വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ? ഓക്കെ. എന്റെ അല്ലോ, രാത്രി ഫ്ലാറ്റിൽ വരാമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിന്നെ ഇപ്പൊ ഇങ്ങനെ കൈയോടെ പിടികൂടാൻ സാധിക്കില്ലായിരുന്നു. ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ നീ ഫോട്ടോ തരൂ അല്ലേ?
ഓർഡർ തന്നാലേ ഫോട്ടോ തരുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓർഡർ തന്നൂടെന്ന് അപേക്ഷിച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഭാവി ഭാര്യയുടെ ഫോട്ടോ കാണാനുള്ള എന്റെ അഭിനിവേശത്തെ നീ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. എടുക്കടാ ഫോട്ടോ. അല്ലെങ്കിൽ നിന്റെ പെണ്ണിന്റെ ഫോട്ടോ എനിക്കെന്തിനാ? ഈ തിരക്കൊന്നും ഒഴിഞ്ഞോട്ടെ, നമുക്ക് ഒരുമിച്ച് ഫ്ലാറ്റിൽ പോയി ഫോട്ടോ എടുക്കാം. അപ്പൊ ആ ഫോട്ടോ ഇപ്പൊ നിന്റെ കയ്യിലില്ലേ? ഫോട്ടോ കൈ കൊണ്ട് കിടക്ക്, എന്തിന്? ആ ശരി, എനിക്ക് കാത്തിരിക്കാൻ തീരെ സമയമില്ല, ഇപ്പൊ തന്നെ പുറപ്പെടാ. ഇപ്പോഴാ നിന്നോട് പറയാനാ പറഞ്ഞ ഇവിടെടാ. ഫോട്ടോ ഒക്കെ എടുത്തു തരാം, നീ ആദ്യം ഈ കൈയൊന്ന് വിട്. വേണ്ട, വേല കയ്യിലിരിക്കല്ലേ. അവിടെ നിൽക്കാൻ അങ്ങനെ നിക്കണില്ല മോനെ. ഇങ്ങോട്ട് ഇറങ്ങി വരാൻ. ഇവിടെ വരാൻ. എന്നെ ഓടിക്കരുത്. 1500 മീറ്ററിൽ കോളേജ് ചാമ്പ്യനാ ഞാൻ. ഫോട്ടോ എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. ടീഷർട്ടിന്റെ ഓർഡർ തരാതെ ഞാൻ ഇത് തരുന്ന പ്രശ്നമില്ല. പട്ടി സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നാ? ഇല്ല, നിങ്ങൾ ഒന്നിച്ചല്ലേ പോയത്? അവനെ ഇപ്പൊ എന്റെ കൈ കിട്ടിയല്ലോ. അവൻ ബാലുവിന്റെ അടുത്ത് കാണുമായിരിക്കും. അവനെ പിടിക്കാതെ വിടില്ലെന്ന് പറഞ്ഞേക്ക്. കുട്ടിയുടെ ഫോട്ടോ ഉഷാറായിട്ടാ. നീ കണ്ട? കണ്ടല്ലോ, നല്ല അസല് കുട്ടി. ബാലു, ബാലു, സൈനുദ്ദീൻ ഇങ്ങോട്ട് വന്നോ? കടലില്ലേ? ഇല്ല. എങ്കിൽ ചിലപ്പോ ജെയിംസിന്റെ അടുത്താണ്. ശരി. ആ സാഗർ, കുട്ടിയുടെ ഫോട്ടോ കണ്ടോട്ടോ, കലക്കിയിട്ടുണ്ട്. സൈനുദ്ദീൻ വന്നാ? ആ, വന്നിട്ട് പോയി. സൈനിക ഫോട്ടോ കാണിച്ചിട്ടോ, കുട്ടി നന്നായിട്ടുണ്ട്. അവനെ വിദ്യാസാഗർ, നിന്റെ വിദ്യയൊന്നും എന്റെ അടുത്ത് വേണ്ട. എന്നെ പിടിക്കാൻ ഓടുകയാണല്ലേ? നേരെ നോക്കി വണ്ടി ഓടിക്കണം. എന്നെ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ കയറാൻ നോക്കണ്ട. എന്റെ പൊടി പോലും നിനക്ക് കിട്ടൂല. ഈ ലോകത്തുള്ള മുഴുവൻ പേരെ നീ ഫോട്ടോ കാണിച്ചു. എന്നോട് എന്തിനാണ് നീ ഇങ്ങനെ ചെയ്യുന്നത്? വെറും 10,000 പീസിന്റെ ഓർഡർ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. ഒരു കാര്യം ചെയ്യും, തൽക്കാലം മോൻ നല്ല കുട്ടിയായിട്ട് ഓഫീസിൽ പോയി ഓർഡർ ഒക്കെ ടൈപ്പ് ചെയ്ത് വൈകുന്നേരം സക്കരയുടെ ഫ്ലാറ്റിലേക്ക് വാ. അയാളുടെ മോന്റെ ബർത്ത്ഡേ പാർട്ടി അല്ലേ ഇന്ന്, നിന്നെ വിളിച്ചിട്ടുണ്ടാവുമല്ലോ. അവിടെ വെച്ച് നമുക്ക് ആഘോഷമായിട്ട് ഫോട്ടോ കാണാം. എന്താ മോനെ സൈനു, ഫോട്ടോ ഇപ്പൊ താടാ. നോ നത്തിങ് ഡൂയിങ്. വൈകുന്നേരം പാർട്ടി. ഓക്കെ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ചിക്കു. ഹാപ്പി ബർത്ത്ഡേ ടു ചിക്കു. കുട്ടിയുടെ ഫോട്ടോ അസലായിട്ടുണ്ട്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാരും ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കൂ. സക്കറിയ ദമ്പതികളുടെ മകൻ ചിക്കുവിന്റെ ജന്മദിനം ആഘോഷിക്കാനാണല്ലോ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. നമ്മൾ മലയാളികൾ ഇതേപോലുള്ള ആഘോഷങ്ങളിൽ ഒന്നിച്ചു കൂടും, വെടിപറയും, ഭക്ഷണം കഴിക്കും, പിരിഞ്ഞു പോകും. അതോടെ തീർന്നു. നമ്മൾ മലയാളികൾക്ക് ഒത്തൊരുമയില്ല. പരസ്പര സഹകരണം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലേ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഒരു സഹായവും ചെയ്യില്ല. ഞാനിത് പറയാൻ കാരണം, വിദ്യാസാഗർ നമ്മുടെയൊക്കെ കൂട്ടുകാരനാണ്. അവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ ഫോട്ടോ ദാ എന്റെ കയ്യിലുണ്ട്. വരട്ടെ. അവന്റെ കമ്പനി എനിക്ക് കുറച്ച് ടീഷർട്ടിന്റെ ഓർഡർ തന്നാലേ ഈ ഫോട്ടോ ഞാൻ അവന് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവൻ എന്നെക്കാൾ ആരോഗ്യമുള്ളവനാണ്. അതുകൊണ്ട് ഈ ജിങ്കാന ഒരു ആക്രമണത്തിന് മുതിരുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. വന്ന് എന്റെ ചുറ്റും നിൽക്കൂ പ്ലീസ്. അവൻ ആക്രമണത്തിന് മുതിർന്നു കഴിഞ്ഞു. എല്ലാവരും എന്നെ രക്ഷിക്കാൻ തയ്യാറെടുത്തോളൂ. നീ ഫോട്ടോ എടുക്ക. ഓർഡർ എടുക്ക്. നീ ഫോട്ടോ എടുക്കടാ. ഓർഡർ എടുക്കാൻ. ഫോട്ടോ ഓർഡർ എടുക്ക്. ഫോട്ടോ തന്നാലേ ഓർഡർ തരൂ, അല്ലെങ്കിൽ നീ ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യും. ആ കവറിനുള്ളിൽ ഓർഡർ ആണെന്ന് അറിഞ്ഞാലേ ഫോട്ടോ തരൂ. നിനക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല. വിശ്വാസമില്ല? എടാ, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ വിശ്വസിക്കണം. ഓർഡർ തരാത്ത കൂട്ടുകാരന്മാരെ വിശ്വസിക്കാൻ പാടില്ല.
അല്ലോ നല്ല കുട്ടിയായിരുന്നു. ഹലോ. ആ ചേച്ചി ചേച്ചി കറക്റ്റ് സമയത്താ ചേച്ചി വിളിച്ച്. ചേച്ചി കൊടുത്തയച്ച ഫോട്ടോ കിട്ടി, വളരെ നന്നായിട്ടുണ്ട്. അവളിപ്പോ ചിക്കൻ മസാല കിടന്ന് വെന്ത് തിളച്ച് നല്ല പരുവായിട്ടുണ്ട്. അവളിനി കല്യാണം കഴിക്കാൻ കൊള്ളത്തില്ല, കഴിക്കാനേ കൊള്ളാവൂ. ഏ അത് ശരി. ഛേ, ഇതിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഫോട്ടോ അങ്ങോട്ട് അയച്ചത്. ആ സൈനുദിന്റെ തലക്കിട്ട് 2 കിഴുക്ക് കൊടുക്ക്. ഇനിയിപ്പോ രണ്ടാമത് അവിടെ ചെന്ന് ഫോട്ടോ എങ്ങനെയാ ചോദിക്കുക? ഹേ വേണ്ട വേണ്ട, ഇനി ഫോട്ടോ അയക്കൊന്നും വേണ്ട. ഈ ദുബായിൽ ഞാൻ ഒഴിച്ച് മറ്റെല്ലാവരും ഫോട്ടോ കണ്ടു. ചേച്ചിയുടെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്നാണ് പറയുന്നത്. കണ്ടത് മനോഹരം, കാണാത്തത് അതിമനോഹരം എന്നാണല്ലോ. കാണാത്തതുകൊണ്ട് അതിലില്ലാത്ത സങ്കല്പത്തിന്റെ തേരിലേറി എനിക്ക് എത്ര വേണമെങ്കിലും സഞ്ചരിക്കാൻ. ഇന്നലെ രാവിലെ ഞാൻ ജബലാലിൽ നിന്ന് ഫോൺ ചെയ്തപ്പോഴും പൽപ്പിന് ചേച്ചി എന്നോട് പറഞ്ഞതാ എയർപോർട്ടിൽ വരാമെന്ന്. സത്യം പറ മോനേട്ടാ, ഇതിനിടയിൽ എന്തെങ്കിലും വഴക്കോ പിണക്കോ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായില്ല. പിന്നെ എന്തുകൊണ്ട് പൽപ്പിന്റെ ചേച്ചി പിള്ളേരെ എന്നെ റിസീവ് ചെയ്യാൻ എയർപോർട്ടിൽ വന്നില്ല? നമ്മൾ വീട്ടിലേക്കാണല്ലോ പോകുന്നത്. അത് ശരിയായൊരു ഉത്തരവല്ലല്ലോ. അതൊക്കെ പോട്ടെ, ഒരുക്കങ്ങളൊക്കെ ആയോ? എനിക്ക് 3-4 ദിവസം മുമ്പ് വേണമെങ്കിൽ വരാമായിരുന്നു, പക്ഷെ ഞാൻ വേണ്ടെന്ന് വെച്ചു. വന്നാൽ ചിലപ്പോ എൻ്റെ കൺട്രോള് പോയി ഒന്നവളെ കാണണമെന്ന് തോന്നിയാലോ. ഫോട്ടോ ചിക്കൻ മസാല വീണപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഇതൊരു പുതുമയാവട്ടെ. കല്യാണ പെണ്ണിനെ കല്യാണ പന്തൽ ആ നിമിഷം ആദ്യമായി കാണുക, അതൊരു ത്രില്ലല്ലേ. മോനേട്ടൻ കുട്ടിയെ പറ്റി ഒന്നും പറഞ്ഞില്ല. ധാരാളം സംസാരിക്കുന്ന ടൈപ്പാണോ അതോ മിണ്ടാപ്പൂച്ചയാണോ? ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോൾ ഞാൻ ഓടുകയായിരുന്നു. അതുവരെ ചില ചില്ലറ ഷോപ്പിങ്ങിൽ ഞാൻ മുഴുകിയിരിക്കുകയായിരുന്നു. ഭംഗിയുള്ള ചില ലേഡീസ് വാച്ചുകൾ, കമ്മലുകൾ. ആർക്കാണെന്ന് പറയണ്ടല്ലോ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന രാമനാട്ടുകരയിലുള്ള ഒരു വാസുദേവൻ, അവൻ പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ കൈ വരച്ചത് അവിടെയൊക്കെ പാട്ടാ. വീഡിയോ ക്യാഷിൽ ആ ഭാവം മാറ്റി കളഞ്ഞു. അങ്ങനെ കല്യാണ ക്യാഷിൽ ഇപ്പൊ താലി കെട്ട് മാത്രമില്ല. എനിക്കങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായി. പക്ഷെ 10,000 പേര് ആ സമയത്ത് നമ്മളെ മാത്രം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ അതൊക്കെ നമ്മളെന്തിനാ ശ്രദ്ധിക്കുന്നല്ലേ? മോഹനേട്ടന് ടെൻഷൻ ഉണ്ടായിരുന്നു? ഓർമ്മയില്ല. ഞാൻ വെറുതെ ഓർത്തു കാറ് വന്ന് നിൽക്കുമ്പോ ആദ്യം കാണുന്ന അമ്മാവനെ ആയിരിക്കും. എന്റെ യാത്രയൊക്കെ സുഖമായിരുന്നോ? ഓ ബാല, ഈ സാധനമൊക്കെ എടുത്ത് അകത്ത് വെക്കി. പന്തല് കൊള്ളാം, കുറച്ചുകൂടെ അലങ്കാരങ്ങളാകാമായിരുന്നു അല്ലേ? നീ അകത്തോട്ട് കയറി. ഒരു കല്യാണത്തിന്റെ തലേ ദിവസം കാണേണ്ട ഒച്ചയും ബഹളവും ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. ഓ, നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലേ. നിങ്ങക്ക് ഇളയച്ചനോടുള്ള പഴയ സ്നേഹമൊക്കെ പോയി. എന്താ എയർപോർട്ടിൽ വരാത്തെ? അതിന് ശിക്ഷയുണ്ട്. ചോക്ലേറ്റ്സ് ഉടുപ്പൊന്നും തരില്ല. എവിടെ അമ്മ? ആ റൈറ്റ് ടൈമിന് ഫ്ലൈറ്റ് എത്തിയോ? കുശല പ്രശ്നങ്ങളിൽ എനിക്ക് തൽക്കാലം താല്പര്യമില്ല. പൽപ്പിന്റെ ചേച്ചി എന്നെ വഞ്ചിച്ചു. മാധവിയമ്മ കുറച്ച് ചായ ഹീറ്റർ ഓൺ ചെയ്തിട്ടുണ്ട്, ചെന്ന് കുളിക്ക്. ഈ തണുത്ത സ്വീകരണത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നില്ല. അറിഞ്ഞോ അറിയാതെ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഇവരൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കി. ആ 10-32 വർഷമായിട്ട് സ്ഥിരമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഞാൻ. അതുകൊണ്ട് അത് കളാ. എന്താ കല്യാണത്തിന് ആരെ ക്ഷണിച്ചില്ലേ? നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ പോലും കാണുന്നില്ലല്ലോ. അത് ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പോയി കുളിച്ചിട്ട് വാ. കുളി ഇത് കേട്ടതൊന്നും ദുബായിൽ ഞാൻ ഇവിടം വരെ വന്നത് കുളിക്കാനാണ്. കുളിച്ചേക്കാം. കുളി കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? നിനക്ക് 2 മാസത്തെ ലീവ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷെ ആ കുട്ടിയുടെ വിസ ശരിയാവുകയാണെങ്കിൽ അതിനു മുമ്പ് കിടക്കും. അവിടെ ഫുൾ ഗ്യാങ് കാത്തിരിക്കുകയാണ്. നീ ഇരിക്കെ. എല്ലാം ശാന്തമായി ക്ഷമയോടെ നീ കേൾക്കണം. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചാ മതി. അല്ലെങ്കിൽ സംഭവിച്ചതൊക്കെ നിന്റെ നന്മ കൊണ്ടാണെന്ന് കരുതിയാ മതി. കല്യാണത്തിന് ശേഷമായിരുന്നെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി? 2 മാസം ഉണ്ടല്ലോ,
പത്മിനി ചേച്ചിയെ നിനക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പറയാണ്. ഇതിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ നിനക്ക് ഞങ്ങൾ കണ്ടുപിടിച്ചു തരും. ഇന്നലെ രാത്രി ഫോൺ വരെ ഉണ്ടായത് അവരുടെ വീട്ടിൽ നിന്ന്. ആ കുട്ടി മറ്റാരുമായി സ്നേഹത്തിലാണെന്നും അയാളുടെ കൂടെ ആരും അറിയാതെ ഒളിച്ചോടിപ്പോയെന്നും. വായനക്കാരുടെ കത്തുകൾ പോസ്റ്റ്മാൻ തലച്ചുമടായിട്ട് ആഫീസിലേക്ക് കൊണ്ടുവരുന്നത്. അതിൽ നിന്ന് കുറച്ച് ഞാനും എടുത്തു. എല്ലാവരും ഞെട്ടിയിരിക്കുക. സാഹിത്യകാരന്റെ ദുബായ് ഫ്ലാഷ് ബാക്ക് കലക്കിയിട്ടുണ്ടെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഈ കഥ എങ്ങോട്ട് പോകുമെന്നാണ് എല്ലാവർക്കും അറിയേണ്ടത്. വായിച്ചു നോക്ക്. ഏത് തെണ്ടിയുടെ കൂടെയാണ് യക്ഷി ഒളിച്ചോടിയത്? ഒളിച്ചോടിയിട്ട് അവർ കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചെങ്കിൽ അവനിപ്പോ എവിടെ? അവൻ ചത്തോ അതോ പ്രസവിച്ചോ? നോക്ക്. പറഞ്ഞതുപോലെ അവനിപ്പോ എവിടെ? സാഗറിന് അയാളെ അറിയില്ലേ? എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ എന്തിനാ അയാളെ കാണണം? കാണണല്ലോ. സാഹിത്യകാരനും അയാളും കണ്ടുമുട്ടുന്നതല്ലേ അടുത്ത ലക്കം. ഓഹോ, അങ്ങനെയാണോ അടുത്ത ലക്കം? എന്നാലല്ലേ ഒരു സംഘടനത്തിനും 5-6 കിണ്ണം ഡയലോഗിന് ചാൻസ് ഉള്ളൂ. സാഹിത്യകാരനെ ചതിച്ച അവന്റെ മോന്തക്കിട്ട് പടപടാന്ന് 2 എണ്ണം കൊടുക്കുന്നത് വായനക്കാരനെ എന്തൊരു കോരിത്തെരിപ്പായിരിക്കും. സാഗർ ബുദ്ധിമുട്ടണ്ട. ആദ്യം പല്ലും നഖവും ഉപയോഗിച്ച് അവനെ കണ്ടുപിടിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. അല്ല, ഞങ്ങൾ ഏറ്റു. ഞാൻ മഞ്ചാടി വാരികയുടെ മുതലാളി മാമച്ചൻ. മാമച്ചൻ മുതലാളി എന്ന് വിളിക്കും. ഇത് തഹസിൽദാർ രാമകൃഷ്ണൻ. വിശേഷിച്ച് വിശേഷിച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആളിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഞങ്ങൾ ചില്ലറയൊന്നുമല്ല പാടുപെട്ടത്. കാറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പുറത്ത് എവിടെങ്കിലും പോയിരുന്ന് വിശദമായിട്ട് സംസാരിക്കാം. കാര്യം എന്താ? കാര്യം ഇവരിവിടെ നിൽക്കുമ്പോ ഭാര്യയുടെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റിയ വിഷയമല്ല. അതാ ഞങ്ങൾ കിടന്ന് പരുങ്ങുന്നത്. നിങ്ങൾ കാര്യം പറയും മിസ്റ്റർ. സാഗർ കോട്ടപ്പുറത്തിന്റെ ഗസറ്റഡ് യക്ഷി വായിക്കാറുണ്ടോ? ഇല്ല. ഓ, അതെന്റെ മഞ്ചാടിയിലെ തുടരനാ. ഗസറ്റഡ് യക്ഷി എന്ന് വെച്ചാൽ തഹസിൽദാർ പ്രിയദർശിനി, പഴയ പ്രിയദർശിനി. ഇവൾ നായകനെ ചതിക്കുന്നു എന്ന് വെച്ചാ കല്യാണത്തലേത് കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നു. നോവൽ അവിടെ സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുക. ഒളിച്ചോടിയിട്ട് പിന്നെ എന്താ സംഭവിച്ചത്? ആ കാമുകൻ വേറെ പെണ്ണ് കിട്ടിയെന്ന് ഇവിടെ വന്നപ്പോ മനസ്സിലായി. അതെങ്ങനെ സംഭവിച്ചു? ഇതന്വേഷിക്കാനാണോ കാർ എടുത്ത് പുറപ്പെട്ടത്? നിങ്ങൾ കാരണം വിദ്യാസാഗർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതം തൊലഞ്ഞു. ഇറങ്ങണം മിസ്റ്റർ. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ഗസറ്റഡ് യക്ഷിയുടെ അടുത്ത വന്നേ. വണ്ടി വിടറോ. ഞാൻ പഴയ വിദ്യാസാഗർ. കണക്കുകൾ തീർക്കുന്നതിന് മുൻപ് എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഇരിക്കൂ. ഇരിക്കൂ യക്ഷി. എല്ലാ തെറ്റും എന്റെ ഭാഗത്താണ്. കേസ് പിൻവലിച്ചാലും മാപ്പ് പറഞ്ഞാലും അതൊന്നും ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാവില്ല. വേണ്ട വേണ്ട, കേസൊന്നും പിൻവലിക്കേണ്ടെന്ന് വക്കീലിനോട് ഞാൻ പറഞ്ഞല്ലോ. മാപ്പം പറയണ്ട. കേസ് പിൻവലിക്കാത്ത, മാപ്പ് പറയാത്ത നിന്നെയാണ് എനിക്ക് ആവശ്യം. അക്കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് കടക്കാം. നീ എന്നൊരു കാമുകന്റെ കൂടെ ഒളിച്ചോടിപ്പോയല്ലോ. അവനിപ്പോ എവിടെ? പറയൂ കുട്ടി, അവനിപ്പോ എവിടെ? അവൻ മറ്റൊരു പെണ്ണെ കെട്ടി സുഖമായി ജീവിക്കുന്നു അല്ലേ? അതെന്താ പറ്റി? നിന്നെ മടുത്തപ്പോ അവൻ നിന്നെ ഉപേക്ഷിച്ചോ? അതോ നിനക്ക് മടുത്തപ്പോ നീ അവനെ ഉപേക്ഷിച്ചോ? അങ്ങനെ ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്തിനു ഞാനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചു? ഓക്കെ, അത് നീ നിന്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയതാവാം. എനിക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ. ഒളിച്ചോടി കഴിഞ്ഞതിന് ശേഷമെങ്കിലും അതറിയിക്കാൻ എനിക്കൊരു ഫോൺ കോൾ നീ എന്താ ചെയ്തില്ല? സങ്കല്പത്തിൽ മാത്രം കണ്ട പെൺകുട്ടിയെ സ്നേഹിച്ച വിഡ്ഢിയായ വിദ്യാസാഗറിന് ഒരു ഫോൺ കോൾ.
നിനക്ക് തരാൻ ദിവസങ്ങളോളം സ്വരുക്കൂട്ടി വെച്ച 100 കൂട്ടം സമ്മാനങ്ങളുമായി കല്യാണ തലേന്ന് വീട്ടിലെത്തിയ മണ്ടനായ വിദ്യാസാഗറിന് ഒരേ ഒരു ഫോൺ കോൾ നീ എന്തുകൊണ്ട് ചെയ്തില്ല? പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ. എന്നോടൊന്നും ചോദിക്കരുത്. ചോദിക്കാതിരിക്കുന്ന എങ്ങനെ? പറയൂ. ഇത്രയും വലിയ ഷോക്ക് തന്ന എന്റെ ജീവിതം നശിപ്പിച്ചെന്തിനാ? പറയൂ. ഗൾഫിലെ കൂട്ടുകാരും പരിചയക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരുടെ മുൻപിൽ നീ എന്നെ പരിഹാസ്യനാക്കി. നാണക്കേട് കാരണം ഞാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയില്ല. അങ്ങനെ നല്ല ശമ്പളം ഉണ്ടായിരുന്ന എന്റെ ജോലി പോയി. ജീവിതത്തോടെ എനിക്ക് പകയായി. നാടും വീടും വിട്ടു. കുടിച്ച് ലക്കുകെട്ട് ഓടെ കടന്നു. എന്നിട്ടും സങ്കടങ്ങൾ തീരാതെ വന്നപ്പോ മനസ്സമാധാനത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ എഴുതി. അങ്ങനെ അടി ഞാനൊരു പീറ എഴുത്തുകാരനായത് അറിയാമോ നിനക്ക്? വിടില്ല നിന്നെ ഞാൻ. എന്തിനെന്നെ നീ ചതിച്ചു എന്ന് പറയാതെ വിടില്ല. പറ. എനിക്കൊന്നും പറയാനില്ല. എന്നെ കൊന്നോളൂ. സന്തോഷത്തോടെ ഞാൻ മരിക്കും. എന്നാൽ എന്റെ ചോദ്യത്തിന് നീ മറുപടി പറയില്ല. മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയും ഞാൻ അർഹിക്കുന്നില്ല. അപ്പൊ പറയില്ല. എന്നാ കേട്ടോളൂ. ഒറ്റയടിക്ക് നിന്നെ കൊല്ലാൻ എനിക്ക് താല്പര്യമില്ല. അണുവായി നീ നശിക്കണം. ഞാൻ അനുഭവിച്ച വേദനയുടെ 100 ഇരട്ടി അനുഭവിച്ച് നീറി നീറി നീ മരിക്കണം. അത് കാണാനാവും സാഗർ കോട്ടപ്പുറം ഇനി കാത്തിരിക്കുന്നത്. ഇല്ല, ആരോടും പരിഭവമില്ല, ആരോടും യാത്ര പറയാനില്ല. ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരുടെ ഈ ലോകത്ത് ഇനി വയ്യ. ഇതോടെ എല്ലാം അവസാനിക്കട്ടെ. അജ്ഞാതനായ ആ നല്ല ചെറുപ്പക്കാരന്റെ മുമ്പിൽ കഴുത്ത് നീട്ടിക്കൊടുക്കാനുള്ള മനക്കരുത്തില്ല. അതൊരിക്കലും ഉണ്ടാവില്ല. മാപ്പ്. എനിക്ക് താങ്കളെ അറിയില്ല, താങ്കളുടെ സ്വപ്നങ്ങൾ അറിയില്ല. പക്ഷേ മനഃപൂർവ്വം താങ്കളെ വഞ്ചിക്കാൻ ആര് നിർബന്ധിച്ചിട്ടും പ്രിയ ഒരുക്കമായിരുന്നില്ലെന്ന് മാത്രം എന്നെങ്കിലും താങ്കൾ അറിയുക. അത് മാത്രം മതി. പ്രിയേ, പ്രിയേ, കതവ് തുറക്കു കുട്ടി. പ്രിയേ, ആഹാ, നീ എന്താ റെഡിയായില്ലേ? ഞാൻ റെഡിയായി. ഇങ്ങനെയാണോ റെഡിയാവുന്നേ? കുളിച്ചിട്ടില്ല, വേഷം മാറിയിട്ടില്ല. റെഡിയാവാൻ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എന്താ ഈ കുട്ടി പറയുന്നേ? എത്ര നേരെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നു. ഇന്നെങ്കിലും ആഭരണങ്ങൾ എടുത്തില്ലെങ്കിൽ ഇനി എന്നാ? ഇനി ആകെ 4 ദിവസമുള്ള കല്യാണത്തിന്. അതെപ്പോഴും ഇങ്ങനെ ഓർമ്മിപ്പിക്കണമെന്നില്ല. സാരമില്ല, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. മോള് വേഗം റെഡിയായാൽ മതി. പിന്നെ ഇരിക്കണോ നീ? അമ്മയ്ക്ക് ധൃതി കാണുമെന്ന് എനിക്കറിയാം. എന്നെ എത്രയും പെട്ടെന്ന് വല്ലവന്റെയും തലയെ കെട്ടിവെച്ചിട്ട് അമ്മയ്ക്ക് മലേഷ്യയിലേക്ക് പറക്കണം, പുതിയ ഭർത്താവിന്റെ അടുത്തേക്ക്, അല്ലേ? ഇടയ്ക്കിടയ്ക്ക് നീയും തന്നെ ഓർമ്മിപ്പിക്കണമെന്നില്ല. വേണ്ട, ആരും എന്നെ ഒന്നും ഓർമ്മിപ്പിക്കണ്ട. അമ്മയ്ക്ക് ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ കഴിയില്ല. വല്യമ്മയ്ക്കെങ്കിലും എന്നെ മനസ്സിലാവില്ലേ? ചെറുപ്പം മുതൽ എന്റെ വിഷമങ്ങൾ പറയാൻ വല്യമ്മല്ലേ എനിക്കുണ്ടായിട്ടുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഇവരുടെ ഭാഗത്താ. മോളെ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയില്ലേ ഞാൻ. നന്മ അറിഞ്ഞുകൊണ്ടൊരു മനുഷ്യനെ വഞ്ചിച്ചിട്ട് എനിക്ക് എന്ത് നന്മ കിട്ടാനാ? വേണ്ട, എനിക്ക് വേണ്ട ആ നന്മ. എന്നെ ആരും നിർബന്ധിക്കണ്ട. നിർബന്ധിച്ച അനുസരിക്കില്ല ഞാൻ. No. എല്ലാരും പോയിക്കോ, പോകാൻ. ജിത്തു, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. അതെ, പ്രിയ.
നിനക്കൊരു സർപ്രൈസ് ആവട്ടെ എന്ന് കരുതി. ഐ ഡോണ്ട് നോ വെദർ ദിസ് ഇസ് എ പ്ലസന്റ് ഓർ സാഡ് സർപ്രൈസ് ഫോർ യു. അപ്പോ നിന്റെ കല്യാണം മുടങ്ങണം. ഞാൻ ഒളിച്ചോടി പോന്നതാ നിന്നെ കാണാൻ. എന്നെ എന്തിനാ കാണുന്നത്? നിന്നെ മാത്രമേ എനിക്കിനി കാണാനുള്ളൂ. ഇനിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. ഞാനെന്ത് തീരുമാനിക്കാൻ? പിന്നെ ആരാ തീരുമാനിക്കേണ്ടത്? ഇത്രയും നാളും എന്റെ കണ്ണു വെട്ടിച്ച് നടന്നില്ലേ? ഇപ്പൊ എനിക്ക് നിന്നെ തേടി വരാതെ നിവർത്തിയില്ലല്ലോ. ഞാനിപ്പോ എന്താ വേണ്ടത്? ആദ്യം ഞാൻ എന്താ വേണ്ടതെന്ന് പറ. എനിക്കിനി തിരിച്ചു പോകാൻ വയ്യ. നിന്റെ മുറിയിൽ ഒരാൾക്കും കൂടി താമസിക്കാൻ ഇടമുണ്ടാവില്ലേ? ഇത് ആൺകുട്ടികളുടെ ഹോസ്റ്റലാണ്. അതുകൊണ്ട് ഒരു പെൺകുട്ടി താമസിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? എനിക്കൊന്ന് കുളിക്കണം. ഈ ഉടുപ്പൊക്കെ മാറണം. ഒരുപാട് യാത്ര ചെയ്തല്ലേ? വാർഡൻ കണ്ടാൽ പറയണം ഞാൻ നിന്റെ കൂടെ താമസിക്കാൻ വന്നതാണെന്ന്. പ്രിയ ഇരിക്കെ, ഞാനിതാ വരുന്നു. വേഗം വരണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എടാ ഷിബു, ഒന്നിങ്ങ് വന്നേ. എന്താടാ? എടാ പ്രിയ വന്നിട്ടുണ്ട്. എവിടെ? വിസിറ്റേഴ്സ് റൂമിൽ ഇരിക്കുക. ഈ സൺഡേ അവളുടെ മാരേജ് ആണെന്ന് നീയല്ലേ പറഞ്ഞത്? എന്നിട്ട്? അതെ, അവൾ ഓടിപ്പോന്നിരിക്കുക. എന്തിന്? എന്നെ കാണാൻ, എന്റെ കൂടെ താമസിക്കാൻ പോകുന്നെന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല ഈ വരവിന്റെ ഉദ്ദേശം. എന്താ ഇപ്പൊ ചെയ്യാ? അവള് വല്ലാത്തൊരു മൂഡില്ല. എനിക്കാകെ ടെൻഷൻ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിട്ട് അവളിവിടെ എത്തിയിട്ടുണ്ടെന്ന് പറ. അമ്മ പ്രിയയുടെ വീട്ടിൽ അറിയിച്ചോളൂ. അവര് വെറുതെ വിഷമിക്കണ്ടല്ലോ. ശരി, നീ വാർഡനോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. തൽക്കാലത്തേക്ക് ഞാൻ അവളെ എന്റെ റൂമിൽ കൊണ്ടിരുത്താൻ പോവാ. അല്ലെങ്കിൽ ആകെ കുഴപ്പാക്കിയാലോ. ഈ മുറിയില് എന്റെ ഒരു ഫ്രണ്ടും ഉണ്ട്. അവനിപ്പോ വരും. വരട്ടെ. വീട്ടില് പ്രിയയെ കാണാതെ എല്ലാരും വിഷമിക്കുന്നുണ്ടാവും. സാരമില്ല. വിശക്കുന്നുണ്ടാവില്ലേ? ഞാൻ മെസ്സിൽ പോയി വല്ലതും ഉണ്ടോ നോക്കിട്ട് വരാം. വേണ്ട, ഇപ്പൊ വരാം. കർത്താവേ, കാമുകൻ. സാഗർ കോട്ടപ്പുറ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. തീർച്ചയായിട്ടും സംസാരിക്കണം. ഇതെന്റെ ഭാഗ്യമെന്ന് പറയണ്ടോ? എല്ലാ സത്യവും പറഞ്ഞോളൂ. ഉടനെ പറഞ്ഞോളൂ. എന്നോട് പറഞ്ഞോളൂ. മിസ്റ്റർ സാഗർ ഇവിടെ ഇല്ലേ? ആരാണ്? കാമുകൻ. നമ്മുടെ കാമുകൻ, യക്ഷിയുടെ കാമുകൻ. എന്ത് വേണം? എനിക്ക് മിസ്റ്റർ സാഗറിനോട് മാത്രമായി ചില കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. വരൂ. മാമച്ചനെ കർത്താവ് കൈ വെടിഞ്ഞില്ലേ തഹസിൽദാർ സാറേ? പറയട്ടെ, ഹൃദയം തുറന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു കഥ കിട്ടാതിരിക്കില്ല. കോട്ടപ്പുറം ആണെങ്കിൽ സത്യം മാത്രമേ എഴുതുന്നു. വാശിയിൽ നിൽക്കുമ്പോ ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്റെ പൊന്നു മോനെ. ഹലോ, മഞ്ചാടിയല്ലേ? എഴുതി റോയി കൊടുക്ക്. ഹലോ, റോയ് അല്ലേ? മാമച്ച മുതലാളിയാ. അതെ, താൻ ധൈര്യമായിട്ടിരിക്കും. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് സാധനമായിട്ട് ഞാൻ അവിടെ എത്തും. അവളുടെ കാമുകനുണ്ടല്ലോ, ആ കശ്മലൻ, അവൻ കോട്ടപ്പുറത്തോട് സംസാരിച്ചോണ്ടിരിക്കുക. പുറപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ഹോ,
ഒരു വാരിക മുതലാളിയുടെ ടെൻഷൻ ഈ വായനക്കാരെന്ന എംബോക്കികൾ അറിയുന്നുണ്ട്. അവിടെ ആരുമില്ല, വീട് ഒഴിഞ്ഞു പോയി. പ്രിയദർശിനി എങ്ങോട്ടാണ് പോയത്? ഞാൻ വീട്ടിൽ പോയിരുന്നു, വീട് ഒഴിഞ്ഞു എന്നറിഞ്ഞു. അവരിവിടെ വന്നിട്ടില്ല. എന്നാൽ എവിടെ പോയെന്ന് വക്കീൽ അറിയാതിരിക്കില്ലല്ലോ. വക്കീലല്ല, നാറി. ഉളുപ്പും നാണോ ഇല്ലാതെ കാശിന് വേണ്ടി കള്ളക്കേസ് വാദിക്കാൻ നടക്കുന്ന നാറി വക്കീൽ. ഒരു വഴക്കിന് വന്നതല്ല ഞാൻ. സത്യങ്ങൾ അറിയാൻ വൈകിപ്പോയത് എന്റെ കുറ്റമല്ല. എനിക്ക് ഉടനെ അവരെ കാണണം. എന്തിന്? വെട്ടി വെട്ടി നുറുക്കാനോ? പ്ലീസ് മിസ്റ്റർ നമ്പ്യാർ. കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞു. മാപ്പ് തരണമെന്ന് കേൺ അപേക്ഷിച്ചു. നിങ്ങൾ കേട്ടില്ല. ഒരു സ്ത്രീയാണ് അവരെന്നുള്ള പരിഗണന പോലും ഇല്ലാതെ നിരന്തരം നിങ്ങൾ അവരെ ഹരാസ് ചെയ്തു. ഒക്കെ ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. തെറ്റ് ചെയ്തെങ്കിൽ അത് തിരുത്താനുള്ള ഒരു മനസ്സും എനിക്കുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനിയിപ്പോ തിരുത്തേണ്ട ആവശ്യം വരില്ല. ഒക്കെ വൈകിപ്പോയിരിക്കുന്നു. എന്തുണ്ടായി? പറയൂ, എന്താ അവർക്ക് പറ്റിയത്? ഒരു യാത്രക്ക് റെഡിയാണെങ്കിൽ എന്റെ കൂടെ വരാം. ഇത് ഇവിടെ ഇറങ്ങും. അപ്പോ പ്രിയദർശിനി നിങ്ങൾക്ക് ആ കുട്ടിയെ കാണുകയല്ലേ വേണ്ടു? കാണിച്ചു തരാം. എന്നിട്ട് ഇനിയും വല്ലതും ചെയ്യണമെന്ന് തോന്നിയാൽ അതും ആവാം. എന്താണ് സാർ സംഭവിച്ചത്? എക്സ്ക്യൂസ് മീ, കുഡ് ഐ മീറ്റ് ഡോക്ടർ സുഭാഷ്? യുവർ നെയിം? ഐ ആം അഡ്വക്കേറ്റ് KG നമ്പ്യാർ. ജസ്റ്റ് എ മൊമെന്റ്. യെസ്. വരാൻ പറയൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. ഡോക്ടർ, ഇയാളാണ് ആ മനുഷ്യൻ. ഞാൻ പറഞ്ഞിരുന്നില്ലേ, പ്രിയദർശിനിയുടെ പെട്ടെന്നുള്ള ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണക്കാരൻ. ഓഹോ. ഇയാൾക്കിപ്പോൾ അവരെ കാണണമെന്ന് പറയുന്നു. ഡോക്ടറാണല്ലോ അത് തീരുമാനിക്കേണ്ടത്. എന്തിനാണ് കാണുന്നത്? ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഡോക്ടർ. ഞാൻ കാരണമാണ് അവർ ഈ അവസ്ഥയിലായതെങ്കിൽ എനിക്കത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇനി എന്ത് തെറ്റ് ചെയ്താലും അവരൊരു സ്ത്രീയാണ് എന്നുള്ളത് നിങ്ങൾ മറന്നു. നൗ ഷീസ് ഇൻ എ വെരി ബാഡ് ഷേപ്പ്. ഞാൻ എന്താണ് ഡോക്ടർ ചെയ്യേണ്ടത്? ഞാൻ അവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം, ചികിത്സിപ്പിക്കാം. എവിടെ കൊണ്ടുപോയാലും ചികിത്സയൊക്കെ ഒന്ന് തന്നെ. തന്നെയല്ല, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളെക്കാൾ ഉത്തരവാദിത്തമുള്ള ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ? ഐ എം സോറി ഡോക്ടർ, എനിക്ക് അവരെ ഒന്ന് കാണാൻ. ഇപ്പോൾ നിങ്ങൾ പേഷ്യന്റിനെ കാണുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങളെ കണ്ടാൽ അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാനാവില്ല. പ്ലീസ് ഡോക്ടർ, ദൂരെ നിന്ന് ഒരു നിമിഷം. യെസ്, കം വിത്ത് മീ. ഉണർന്നോ? ഇല്ല, ഇപ്പോഴും നല്ല ഉറക്കത്തില്ല. ഇയാളാണ് വിദ്യാസാഗർ, പ്രിയദർശിനിയുടെ അമ്മയുടെ ചേച്ചി. മയങ്ങാണ്. പ്ലീസ്, ഞാനൊന്ന് കണ്ടോട്ടെ. മാപ്പ്. എനിക്ക് താങ്കളെ അറിയില്ല, താങ്കളുടെ സ്വപ്നങ്ങൾ അറിയില്ല. പക്ഷേ മനഃപൂർവ്വം താങ്കളെ വഞ്ചിക്കാൻ ആര് നിർബന്ധിച്ചിട്ടും പ്രിയ ഒരുക്കമായിരുന്നില്ലെന്ന് മാത്രം എന്നെങ്കിലും താങ്കൾ അറിയുക.
ഇപ്പൊ അവളുടെ ഈ അവസ്ഥയ്ക്ക് ഞാനും കൂടി കാരണക്കാരനല്ലേ രാമകൃഷ്ണ? അങ്ങേയറ്റം നമ്മൾ അവളെ ഉപദ്രവിച്ചില്ലേ? എന്തൊക്കെയാണ് എഴുതി കൂട്ടിയത്? എങ്ങനെയാണ് ഇനി അതൊക്കെ ഒന്ന് തിരുത്തുക? നമ്മളൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ. അതെ, അറിയാതെയും അന്വേഷിക്കാതെയും ആ മാമച്ചന്റെ നിർബന്ധത്തിന് വഴങ്ങി. എനിക്കതൊക്കെ തിരുത്തണം. ഒറ്റ വഴിയേ ഉള്ളൂ, അറിയാവുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമായിട്ട് എഴുതുക. അങ്ങനെ പെട്ടെന്ന് എഴുതിയാൽ ആളുകൾ വിശ്വസിക്കോ? വിശ്വസിക്കും. താൻ എഴുതണം. എല്ലാത്തിനും കാരണം ആ കുട്ടിയുടെ മാനസിക വിഭ്രാന്തിയായിരുന്നു എന്ന് വരുമ്പോൾ എല്ലാം ന്യായീകരിക്കപ്പെടും. വാക്കുകളിൽ ആത്മാർത്ഥത ഉണ്ടാവുമ്പോൾ എല്ലാവർക്കും എല്ലാം ബോധ്യമാവും. വഴക്കിട്ട് പിരിയുന്ന അച്ഛനമ്മമാരുടെ മക്കൾക്ക് സംഭവിക്കുന്ന ഏകാന്തതയും അന്യതാബോധവുമായി അവൾ ഊട്ടിയിലെ സ്കൂളിൽ താമസിച്ച് പഠിക്കുന്ന കാലം. അതേ സ്കൂളിൽ അവളോടൊപ്പം +2 പഠിച്ചിരുന്ന അവളുടെ കസിൻ ജിത്തു. അവരൊരുമിച്ചാണ് വെക്കേഷന് സാധാരണ ഊട്ടിയിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര. എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? ആ ഒരുവിധം കഴിച്ചുകൂട്ടിന്ന് പറയാം. ഇത് എപ്പോഴും പറയുന്നതല്ലേ, പക്ഷെ റിസൾട്ട് വരുമ്പോ ഡിസ്റ്റിങ്ഷൻ മിനിമം കാണും. അതെ പ്രിയ, നമുക്ക് ലഞ്ചൊക്കെ കഴിഞ്ഞ് 3 മണിക്കുള്ള ബസ്സിന് പുറപ്പെട്ടാ പോരെ? അതെന്തിനാ? ഒരു ഗെറ്റ് ടുഗദർ, നമ്മുടെ ടോണി മാത്യൂസിന്റെ വക. ഓ, അവന്റെ ഇവിടുത്തെ വില്ലയില്ലേ, അവിടെ അവനും വർഗീസേട്ടനും ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുക. ഇന്ന് നമ്മുടെ ഊട്ടിയിലെ ലാസ്റ്റ് ഡേ അല്ലേ, ഒരു ചെറിയ സെലിബ്രേഷൻ. നമ്മൾ കുറച്ചു പേര് മാത്രം. ജ്യോതിയോട് ഷെർലിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നാട്ടിലെത്തുമ്പോ ലേറ്റ് ആവും ജിത്തു. ഇല്ലെന്നേ, പ്രിയയെ വീട് വരെ എത്തിക്കേണ്ട ഉത്തരവാദിത്തം എന്റെ അല്ലേ. ആ വേർപിരിയലിന്റെ ആഘോഷത്തിനിടയ്ക്ക് കൂട്ടുകാർ തമാശയ്ക്ക് ഒപ്പിച്ച ഒരു വികൃതിയാണ് പിന്നീടുള്ള അവളുടെ ജീവിതത്തെ തന്നെ അപ്പാടെ മാറ്റിമറിച്ചത്. പ്രിയ, എന്തു പറ്റി? അറിയില്ല. പ്രിയ, എന്താ? എന്ത്? ஹலோ, இங்க அடுத்து ஹாஸ்பிடல் இருக்கா? தெரியாதப்பா. பிரியா, ഹോസ്പിറ്റലിന് ടൗണിലേക്ക് തിരിച്ചു പോകണം. എന്താ പറ്റിയത്? അത് ഒരു ടാക്സി കിട്ടും. വിളിച്ചു പറഞ്ഞാ വരും. എന്താ പറ്റിയ കുട്ടിക്ക്? അത് പിന്നെ നാട്ടിലേക്ക് പോണ വഴിയാ. ബസ്സിൽ വെച്ച് തല കറങ്ങി. എന്റെ കസിനാ. വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഞങ്ങൾ ഫ്രണ്ട്സ് സെലിബ്രേറ്റ് ചെയ്തപ്പോ അബദ്ധത്തിൽ കുറച്ച് ലിക്കർ കഴിച്ചു പോയി. ജ്യൂസാണെന്ന് കരുതി കുടിച്ചതാ. അത്രേ ഉള്ളൂ. അതിന് ഹോസ്പിറ്റലൊന്നും പോണമെന്നില്ല. ഒരു മുറി തുറന്നുതരാം. ഷവറിന്റെ ചോട്ടിൽ കുറച്ചു നേരം നിർത്തിയാൽ മതി, ശരിയാവും. പ്രിയ, പ്രിയ,
ഉണർന്നോ? പേടിച്ചു പോയി ഞാൻ. കുറച്ച് ചിന്തകത്തിയെന്നാ ഇങ്ങനെ ബോധം കെടും ഒരാള്. ഷവറിന്റെ ചോട്ടിൽ നിർത്തി തല നനച്ചിട്ടും ഒന്നും അറിഞ്ഞില്ല. സാരമില്ല, വേഗം ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ, പോവാൻ നമുക്ക്. അത് കൊള്ളാം, കിടന്ന് വിറയ്ക്കുന്ന കണ്ടപ്പോ നനഞ്ഞ ഉടുപ്പൊക്കെ മാറ്റി. ഇതെവിടെയാണ്? എന്തിനാ ഇവിടെ വന്നത്? എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? നീ എന്നെ എന്താ ചെയ്തത്? പ്രിയ, ഞാൻ You cheat! No! അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് പിന്നീട് പ്രിയയെ വിശ്വസിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? വിശ്വസിക്കാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അവൾക്കതിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. എന്ന് വെച്ചാൽ അന്നേ അവരൊരു മനോരോഗിയായി. അതെ, എന്നോട് തീരാത്ത പകയെ ഞാൻ മദ്രാസിലേക്ക് പഠിക്കാൻ പോയത് തന്നെ അവളെ കണ്ടുമുട്ടാവുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കാനായിരുന്നു. അമ്മയ്ക്കും വല്യമ്മയ്ക്കും മറ്റെല്ലാവർക്കും സത്യം അറിയാവുന്നത് കൊണ്ടാണ് മിസ്റ്റർ സാഗറുമായിട്ടുള്ള കല്യാണം അവർ തീരുമാനിച്ചത്. ഒരു കല്യാണത്തോടെ അവളുടെ മനസ്സ് നേരെയായിക്കോളും എന്നവർ കരുതി. പക്ഷേ അവൾ മദ്രാസിൽ എന്നെ തേടി വന്നു. എന്നെ വകവരുത്തുകയായിരുന്നു ഉദ്ദേശം. അവിടെ 6 മാസത്തോളം ഒരു മെന്റൽ അസൈലത്തിലായിരുന്നു. പിന്നീട് തറവാട്ടിലേക്ക് പോകാൻ അവൾ കൂട്ടാക്കിയില്ല. ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിച്ചു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും എന്നെ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല മിസ്റ്റർ ജിത്തു. എല്ലാവരുടെയും സാന്നിധ്യത്തിലല്ലേ നമ്മൾ കാണുന്നത്. നിങ്ങളുടെ സ്വാന്തനപ്പെടുത്തലുകൾ ചിലപ്പോൾ മറ്റേത് മരുന്നിനേക്കാളും ഫലം ചെയ്തെന്ന് വരും. നോ, ഐ ഡോണ്ട് വാണ്ട് ആൻ എക്സ്പ്ലനേഷൻ. ഇത്രയും പേരുടെ ഡ്യൂട്ടിക്കുള്ളപ്പോൾ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ആ പേഷ്യന്റ് എന്തെങ്കിലും പറ്റിയാൽ അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കും. എന്താ ഡോക്ടർ? ഇവര് കുളിക്കാൻ കയറുന്നത് വരെ പ്രിയ റൂമിൽ ഉണ്ടായിരുന്നതാണ്. നൗ ഷീ ഈസ് മിസ്സിംഗ്. മിസ്റ്റർ ജിതേഷ് ഇല്ലേ? ഇല്ല. ആരാ? ബിടെക്കിന് ഒരുമിച്ച് പഠിച്ചതാ ഞങ്ങള്. ഒരു വീടിന്റെ പ്ലാൻ സബ്മിറ്റ് ചെയ്തതിൽ കുറച്ച് കറക്ഷൻസ് ഉണ്ടായിരുന്നു. ഓഫീസിൽ ചെന്നപ്പോ ആള് ലീവാണെന്ന് പറഞ്ഞു. എവിടെ പോയതാ? ആരെയും കാണാനുണ്ടെന്ന് പറഞ്ഞു പോയതാ. എനിക്ക് ഹാഫ് ഡേ ലീവേ ഉള്ളൂ. ഉച്ചയ്ക്ക് മുമ്പ് വരില്ലേ? ഒന്നും പറഞ്ഞില്ല. ഭാര്യയല്ലേ? അതെ. ഞാനിപ്പോ എന്ത് ചെയ്യും? ഇവിടെ വെയിറ്റ് ചെയ്യട്ടെ? കുടിക്കാൻ കുറച്ച് വെള്ളം. വെള്ളം ഞാനിപ്പോ കൊണ്ടുവരാം. അങ്ങോട്ടിരുന്നോളൂ. വെള്ളം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 വർഷമായി. എന്താ പേര്? പേര് ശോഭ. ഉച്ചയ്ക്ക് മുമ്പ് ആള് വരുമെന്ന് തോന്നുന്നില്ല. വരട്ടെ, വെയിറ്റ് ചെയ്യാം. വൈകുന്നേരം ആവും ചിലപ്പോ. സാരമില്ല, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ഫോൺ നമ്പർ തന്നാ ജിത്തോട്ട് വരുമ്പോ വിളിക്കാൻ പറയാം. നേരിട്ട് കാണേണ്ട കാര്യമാണ്. എങ്കിൽ പോയിട്ട് വൈകിട്ട് വന്നോളൂ. ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞില്ലേ? ഹലോ, പ്രകാശനല്ലേ? ഞാൻ ശോഭ. ജിത്തുവിന്റെ അവിടെ എവിടെ പോകുന്നെന്ന് വല്ലതും?
വന്ന് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് വരാൻ പറയോ? അല്ല വേണ്ട, പ്രകാശേട്ടനൊന്നും ഇങ്ങോട്ട് വരുമോ? അവര് വന്നിട്ടുണ്ട്. പ്രിയ ചിത്രേട്ടന്റെ പഴയ അവര് മെന്റൽ ഹോസ്പിറ്റലാണെന്ന് ചിത്രേട്ടൻ പറഞ്ഞത് ഓർമ്മയുണ്ട്? ഇല്ല, അറിയില്ല. എനിക്ക് പേടിയാവുന്നു. ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ശരി. എന്നാ പ്രിയ നോ 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 നോ, ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്കിത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ നോവലും കഥയൊന്നും അല്ല. ഇതിന് ഇങ്ങനെയൊക്കെ ഒരു പരിഹാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് എളുപ്പമായിരുന്നു. ഡോക്ടറും വേണ്ട, മരുന്നും വേണ്ട, ചികിത്സയും വേണ്ട. ഞാൻ മനഃശാസ്ത്രം ഒന്നും പഠിച്ചിട്ടില്ല. ഒരു ചെറിയ യുക്തി. അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയാകുമെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. സ്വയം നശിച്ചുപോയി എന്ന തോന്നലിൽ നിന്നാണല്ലോ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നത്. വഞ്ചനയാണെന്ന വിശ്വാസത്തിൽ പ്രിയ എത്തിയത്. ആ വിശ്വാസമല്ലേ ഡോക്ടർ ആദ്യം മാറ്റേണ്ടത്? അതെ, അതിനിതാണോ മാർഗം? ഒന്ന് പരീക്ഷിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പ്രിയയ്ക്ക് ബോധ്യമാകുന്നതുവരെ ജിത്തുവിനോടുള്ള പകയും വൈരാഗ്യവും മാറുമെന്ന് തോന്നുന്നില്ല. ഇതുപോലുള്ള അറ്റംപ്റ്റിന് ഇനിയും അവൾ മുതിർന്നെന്ന് വരും. അരുതാത്ത എന്തെങ്കിലും സംഭവിച്ച ഒരു ദുരന്തത്തിൽ ചെന്ന് അവസാനിക്കുന്നതിലും ഭേദമല്ലേ ഈ ചെറിയൊരു പരീക്ഷണം? സാഗർ പറയുന്നതിലും കാര്യമുണ്ടെന്നാണ് ഡോക്ടർ എനിക്കും തോന്നുന്നത്. പക്ഷെ അതെങ്ങനെ? ഇറ്റ് ഈസ് ഇംപോസിബിൾ. ഡോക്ടർ പ്ലീസ്. എനിക്ക് ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ കുട്ടിയുടെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ, തീരുമാനിക്കട്ടെ. അവർ സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കും. ഡോക്ടർ അനുവദിച്ചാൽ മാത്രം മതി. ഓ, നേരം പുലർന്നു. മണി 6 കഴിഞ്ഞു. സാരമില്ല, 7 മണി വരെ സുഖമായിട്ട് കിടക്കാം. കിടന്നോളൂ. ആ, ഒന്നും അറിയാത്ത പോലെ എന്റെ അടുത്ത് വന്ന് കിടക്കുമോളെ. ഏ, നിനക്കിത് എന്ത് പറ്റി? ആദ്യ രാത്രി കഴിഞ്ഞ് നേരം വെളുത്തിട്ട് ലോകത്ത് ഇന്ന് വരെ ഒരു ഭർത്താവിനോടും ഒരു ഭാര്യയും എന്നെ തുടരുത് എന്ന് പറഞ്ഞിട്ടില്ല. മോശമല്ലേ? ഒച്ച ഉണ്ടാക്കാതെ ആൾക്കാർ കേൾക്കില്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ ചെന്ന് നല്ലൊരു ചായ ഇട്ടുണ്ടോ ചേട്ടന്? ഒരു ഭാര്യയുടെ കടമകൾ ഞാൻ പഠിപ്പിക്കണം. ചതിയാ? അത് കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരുമിച്ച് ഉറങ്ങുന്നതും പരസ്പരം മനസ്സും ശരീരവും പങ്കുവെക്കുന്നതും നാട്ടു നടപ്പല്ലേ? അതെങ്ങനെ ചതിയാകുന്നത്? സത്യമായ കാര്യങ്ങൾ വിശ്വസിച്ചല്ലേ പറ്റൂ. കഴുത്തി കിടക്കുന്ന ഈ താലി നോക്ക്, ഉടുത്തിരിക്കുന്ന ഈ പുടവ നോക്ക്, നമ്മൾ കുടിച്ചു തീർത്ത ഈ പാൽ ഗ്ലാസ് നോക്ക്, കടിച്ചു തിന്ന ആപ്പിളും പഴങ്ങളും നോക്ക്, ഈ അലങ്കാരങ്ങളും നമ്മൾ കെട്ടിപ്പിടിച്ചു കിടന്നപ്പോൾ ഞെരിഞ്ഞമർന്ന മുല്ലപ്പൂക്കളും നിന്റെ നെറ്റിയിലെ മാഞ്ഞുപോയ ഈ കുങ്കുമപ്പൊട്ടും അഴിഞ്ഞുലഞ്ഞ തലമുടിയും ഒക്കെ സത്യമാണെങ്കിൽ ഇക്കഴിഞ്ഞ നമ്മുടെ ആദ്യ രാത്രിയും സത്യമാണ്. വേണ്ട, എന്നെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. വേണ്ട, എന്റെ കൂടെ വരൂ, വാ. അമ്മയെക്കാളും നീ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിന്റെ വല്യമ്മയോട് ചോദിക്കുക, ഇതൊക്കെ സത്യമല്ലേ എന്ന്. നിന്നെ ആഭരണങ്ങൾ അണിയിച്ച് കതർ മണ്ഡപത്തിൽ കൈപിടിച്ചിരുത്തിയ ഇവരോട് ചോദിക്കേ, ഇതൊക്കെ ചതിയാണോ എന്ന്. വാ. കല്യാണപ്പന്തലും കതർ മണ്ഡപവും സത്യമല്ലേ? 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വാദ്യമേളങ്ങൾ ഉയർന്നപ്പോൾ ഞാൻ താലി കെട്ടിയതും കതിർ മണ്ഡപവും വലം വെച്ചതും മറന്നോ? സ്വന്തം തറവാടിന്റെ മുറ്റത്ത് വെച്ചായിരിക്കണം കല്യാണമെന്ന് പ്രിയ വാശി പിടിച്ചതും അത് ഞാൻ സമ്മതിച്ചതൊക്കെ ഒറ്റ രാത്രി കൊണ്ട് മറന്നോ?
ഞാൻ പറഞ്ഞിട്ട് വിശ്വസിക്കണ്ട. ദാ പ്രിയയുടെ ഏറ്റവും വിശ്വസ്തനായ ഈ മനുഷ്യനോട് ചോദിക്കാൻ. ആശുപത്രിയിൽ നിന്നും അസുഖം മാറി വീട്ടിൽ വന്നപ്പോ പ്രിയ തന്നെയല്ലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് സാഗറുമായിട്ടുള്ള കല്യാണം നടത്തണം, കഴിഞ്ഞതൊക്കെ മറന്ന് ഇനി സാഗറിന്റെ കൂടെ ജീവിക്കണമെന്നൊക്കെ. ഇല്ല, ഇല്ല. ആരും എന്നെ കല്യാണം കഴിച്ചിട്ടില്ല. ആരും എന്നെ കല്യാണം കഴിക്കാൻ പാടില്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രഭാതത്തിൽ നീ ഉണർന്നെണീറ്റപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം പയ്യൻ നിന്നെ നശിപ്പിച്ചു എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതും സത്യമാണ്. അത് നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ അന്നും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് നീ വിശ്വസിച്ചാൽ മതിയാകും. അന്നൊന്നും സംഭവിച്ചിട്ടില്ല. ഏതൊരു പുരുഷനും ആഗ്രഹിക്കുന്ന എല്ലാ പരിശുദ്ധിയും ഇപ്പോഴും പ്രിയക്കുണ്ട്. അല്ല, അങ്ങനെ ഒരു വിശ്വാസം മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്ത് നിന്നെ സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അറിയാതെയും കാണാതെയും എന്നോ ഒരിക്കൽ നിന്നെ സ്നേഹിച്ചവനാണ് ഞാൻ. എല്ലാം അറിഞ്ഞപ്പോ കല്യാണം കഴിക്കാൻ വരുന്ന അജ്ഞാതനായ ചെറുപ്പക്കാരനെ വഞ്ചിക്കരുത് എന്ന് കരുതിയ നിന്റെ മനസ്സിന്റെ നന്മ അറിഞ്ഞപ്പോ ആ സ്നേഹം ഒരുപാട് ഒരുപാട് കൂടുകയാണ് ചെയ്തത്. എന്റെ പൊന്നു തഹസിൽദാർ സാറേ, 2 ദിവസമായി ഞാൻ നെട്ടോട്ട് ഓടുകയാണ് കോട്ടപ്പുറത്തിനെ തേടി. എന്തായി ക്ലൈമാക്സ്? അവസാന ലക്കം ഇന്ന് കമ്പോസിങ്ങിന് കൊടുത്തില്ലെങ്കിൽ അയാൾ എവിടെ? ഭയപ്പെടാതിരിക്കൂ മാമച്ച, അയാൾ കഥ എഴുതുകയാണ് അകത്ത്. ശുഭപര്യവസായിയായ ഒരു പുതിയ അധ്യായവുമായി അയാൾ പുറത്തു വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഏതോ നിദ്ര തൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ